നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ഹമാസ് എന്തുകൊണ്ട് വെടിനിർത്തലിന് ഇപ്പോൾ പിന്നോട്ടേക്ക് പോകുന്നു? അതായത് ലോകം മുഴുവൻ കരച്ചിലായിരുന്നു, UN-ലും വലിയ കരച്ചിലായിരുന്നു. ഇസ്രയേൽ വംശഹത്യയാണ് നടത്തുന്നത്, എത്രയും പെട്ടെന്ന് അവിടെ സമാധാനം ഗാസയിൽ ഉണ്ടാകണം എന്ന്. ഇസ്രയേൽ ട്രംപ് മുൻപോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറാകുന്നു. ഗാസയിൽ സമാധാനം പുലരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ ഇസ്രയേൽ ഇത് പറഞ്ഞിട്ട് 2 ദിവസമായി. ഇതുവരെയും ഹമാസിന് ഇപ്പോൾ അവിടെ ഒരു സമാധാനത്തിൻ്റെ ആവശ്യമില്ല. മറ്റ് രാജ്യങ്ങൾ ആരും ഇപ്പോൾ സമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാസയ്ക്ക് വേണ്ടി കരയുന്നുമില്ല. വളരെ തമാശയുള്ള ഒരു നിശബ്ദതയാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. അമേരിക്കയിലേക്ക് നെതന്യാഹു ന്യൂയോർക്കിൽ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാനായി പോകുന്ന നെതന്യാഹുവിന് നേർക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഉടൻ വെടിനിർത്തൽ എന്ന ആവശ്യവുമായി അത്തരം പ്ലക്കാർഡുകളുമായി വലിയ തോതിലുള്ള പ്രതിഷേധ റാലികൾ, പ്രതിഷേധ സമരങ്ങൾ നമ്മൾ കണ്ടു. നെതന്യാഹു പ്രസംഗിക്കുന്ന UN ജനറൽ അസംബ്ലി കെട്ടിടത്തിന് പുറത്ത് പലസ്തീൻവാദികൾ ഹമാസുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു. UK-യിൽ, കാനഡയിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഓസ്ട്രേലിയ, അറബ് രാജ്യങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ പലസ്തീൻ റാലികൾ. പലസ്തീൻ റാലികളിൽ മുഴങ്ങിക്കേട്ടത് ഹമാസിന് വേണ്ടിയുള്ള ജൈവിളികളാണ്. കേരളത്തിൽ എത്ര റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു. കേരളത്തിൽ കോഴിക്കോട് നമ്മൾ കണ്ടു, പലസ്തീനു വേണ്ടി പരസ്യമായി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങളുമായി ആനയുടെ പുറത്തുള്ള യാത്രകൾ നമ്മൾ കണ്ടു. വലിയ തോതിൽ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ, ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. കേരളത്തിൽ പോലും കേരളത്തിലെ ഭരണത്തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് അഭിസംബോധന ചെയ്തു. ഗസ മുൻപിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പലസ്തീൻ അംബാസിഡറെ ചേർത്ത് പിടിച്ചുകൊണ്ട് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായി കത്തിയാളിയ ഈ ഉടൻ വെടിനിർത്തൽ എന്ന ആവശ്യം പൊടുന്നനെ അസ്തമിച്ചിരിക്കുന്നു. അസ്തമിച്ചത് എവിടെ വെച്ചാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു സമാധാന പദ്ധതി, ഇതൊരു വെടിനിർത്തൽ കരാറല്ല, അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. നേരത്തെ ഹമാസ് ആവശ്യപ്പെട്ടത് പലപ്പോഴും വെടിനിർത്തൽ കരാറുകളാണ്. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ സമാധാന പദ്ധതിയാണ്. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ അല്ലിത്. ഇത് സമാധാനം ശാശ്വതമായി പുനഃസ്ഥാപിക്കാനുള്ള ഒരു സമ്പൂർണ്ണ 20 ദിന പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ സമാധാന കരാർ, ഈ സമാധാന പദ്ധതി പ്രാബല്യത്തിൽ വരുന്ന അതേ നിമിഷം തന്നെ ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ. ചുരുക്കത്തിൽ 72 മണിക്കൂർ, അഥവാ 72 മണിക്കൂർ എന്ന് പറയുമ്പോൾ 4 ദിവസം വരില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 ദിവസമാണ് ഹമാസിന് നൽകിയിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞു. ഇസ്രയേൽ ഈ പദ്ധതി അംഗീകരിച്ച് 72 മണിക്കൂറിനകം ഹമാസ് ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. പിന്നീട് ഘട്ടം ഘട്ടമായി ഇസ്രയേലി സേന ഗസ മുനമ്പിൽ നിന്ന് പിൻവാങ്ങണം. അതിനനുസരിച്ച് അന്താരാഷ്ട്ര കമ്മിറ്റി അവർ നിയോഗിക്കുന്ന പ്രത്യേക ഫോഴ്സ്, ആ പ്രത്യേക ഫോഴ്സിന് ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം കൈമാറുകയും ഇസ്രായേൽ സേന പിൻവാങ്ങുകയും ചെയ്യണം. അതിനൊരു വലിയ രൂപരേഖയാണ് ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്താൻ ഖത്തറിനെ ട്രംപ് ചുമതലപ്പെടുത്തി. ഖത്തർ കാര്യക്ഷമമായി ചർച്ച നടത്തേണ്ട ആവശ്യകത അറിയാവുന്ന ട്രംപ് ഖത്തറിന് ഇപ്പോൾ പരിപൂർണ്ണ സുരക്ഷാ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും രാജ്യങ്ങൾ ഖത്തറിനെ ആക്രമിച്ചാൽ ഞങ്ങൾ ഖത്തറിനൊപ്പമുണ്ട്. ഇത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പ് മാത്രമല്ല, ഹൂതികൾ കൂടിയുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ ഖത്തറിനെ ഒപ്പം നിർത്തി അമേരിക്ക പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇതിലുണ്ട്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിമർശക രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. തുർക്കി ഈ പദ്ധതി അംഗീകരിക്കുന്നു. അറബ് രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു. ഈജിപ്റ്റ്, ജോർദാൻ ഒക്കെ ഈ പദ്ധതി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെയാണ് ലോകം കാണുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഹമാസ് പൊടുന്നതിന് നിശബ്ദരായിരിക്കുന്നു. ഗസ മുനമ്പിൽ ഇനി എന്ത് എന്ന ചോദ്യം നിലനിൽക്കവേ മറ്റ് ലോകരാജ്യങ്ങളിൽ നടന്ന സമാധാന റാലികളൊക്കെ നിശ്ചലമായിരിക്കുന്നു. അടിയന്തരമായി ഹമാസിനോട് ആയുധം താഴെ വെക്കാനും ഈ പദ്ധതി നടപ്പാക്കാനും എന്തുകൊണ്ട് ഈ സമാധാന റാലിക്കാർ ആവശ്യപ്പെടുന്നില്ല? പലസ്തീന് വേണ്ടത്, ഗസ മുനമ്പിൽ വേണ്ടത് ഒരു സമാധാനമാണെങ്കിൽ
ആ സമാധാനം നടപ്പാക്കാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിലൂടെ വീണ് കിട്ടിയത്. അവിടെ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളിയുമില്ല. അവിടെയാണ് നമ്മൾ ഭയപ്പെടുത്തുന്ന പലതും ഒളിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച്, അതായത് സമാധാനത്തെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാൻ ഒരു രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. മറിച്ച് അവർ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അതുപോലെ തന്നെ സഹായവുമായി എത്തിയ ഗ്രേറ്റ തുൻബർഗിൻ്റെ ബോട്ടുകൾ പിടിച്ചെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഇസ്രയേൽ അരാജകത്വം കാണിക്കുന്നു എന്നുള്ള ഒരു വാദം വീണ്ടും മുഴക്കുന്നു. അല്ല, ശരിയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയ സമ്മർദ്ദം ഒരുക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഹമാസ് ഈ പദ്ധതിക്ക് വഴങ്ങിയില്ല എങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു ആത്യന്തിക യുദ്ധമാണ്. അവർ ഗസ നഗരം ഇപ്പോൾ പരിപൂർണമായി വളഞ്ഞു കഴിഞ്ഞു. നെറ്റ്സാരിം ഇടനാഴി അവർ അടച്ചു കഴിഞ്ഞു. ഇനി തെക്കൻ ഭാഗത്തേക്ക് മാത്രമേ ആളുകൾക്ക് കടന്നു പോകാൻ കഴിയൂ. വടക്കൻ ഭാഗത്തേക്കുള്ള എല്ലാ പാതയും അടച്ചു. ഒരിക്കൽ ഗസ നഗരത്തിൽ നിന്ന് തെക്കൻ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരികെ വരാൻ കഴിയില്ല. കടന്നു പോകുന്ന ജനങ്ങൾ പൂർണ്ണമായി ഇസ്രയേലിൻ്റെ ചെക്ക് പോസ്റ്റിലൂടെ വേണം അവർ കടന്നു പോകാൻ. ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ഹമാസ് തീവ്രവാദികൾ രക്ഷപ്പെടാതിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ജനങ്ങളെ സ്ക്രീൻ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ ഇനിയും ഗസ നഗരത്തിലുണ്ട്. ഇസ്രയേൽ ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന ആളുകളെ ഗസ നഗരത്തിൽ നിന്ന് പോകാതെ ഇപ്പോഴും ആ നഗരത്തിൽ തുടരുന്നവരെ ഭീകരരായി തങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവരെ വെടിവെച്ചു കൊല്ലുക. മറ്റ് റോഡുകൾ, ഒരൊറ്റ റോഡ് മാത്രമേ തെക്കൻ ഭാഗത്തേക്ക് കടക്കാൻ അനുവാദമുള്ള റോഡായിട്ടുള്ളൂ. മറ്റ് പ്രദേശങ്ങളിലൂടെയോ ഓപ്പൺ സ്ഥലങ്ങളിലൂടെയോ ഒന്നും ഇനി ഗസ നിവാസികൾക്ക് മറ്റിടങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. പോയാൽ അവരെ വെടിവെച്ച് വീഴ്ത്തപ്പെടും. അപ്പോൾ ഇസ്രയേൽ ആത്യന്തിക യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ചാനലുകൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് വലിയ തോതിൽ പീരങ്കിപ്പടകളും പോർവിമാനങ്ങളും ഗസ നഗരത്തിന് മുന്നിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ്. പൂർണ്ണമായി അവർ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. ഇതൊരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ഗസയുടെ സമുദ്രതീരം മുഴുവൻ സീസ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. അതാണ് ഫ്ലോട്ടില ബോട്ടുകളടക്കം അവർ കസ്റ്റഡിയിലെടുക്കുന്ന കാഴ്ച. അതിലെ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ ഈ പ്രതിഷേധക്കാരടക്കം ലോകത്ത് തലപൊക്കിയ പല പ്രതിഷേധക്കാരും ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു അവരൊക്കെ ഹമാസ്വാദികളാണ്. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് വെടിനിർത്തലാണ്, സമാധാനമല്ല. ജോർദാൻ നദി മുതൽ ഗസയ്ക്കപ്പുറം ഉള്ള കടൽ വരെ, ആ കടലിനും നദിക്കുമിടയിലുള്ള വിശാലമായ ഭൂപ്രദേശം പലസ്തീൻ രാഷ്ട്രത്തിൻ്റേതാണെന്നും അവിടെ ഒരു ഇസ്രായേലിൻ്റെ അസ്തിത്വം അനുവദിക്കില്ല എന്നുള്ളതുമാണ് വളരെ കാലമായി ഈ ഭീകര സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. ഹമാസിൻ്റെ ആശയവും അതുതന്നെയാണ്. വെസ്റ്റ് ബാങ്കിലുള്ള ഭീകരർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന പോരാട്ടത്തിൻ്റെ അജണ്ട അതാണ്, ഒരു വിശാലമായ പലസ്തീൻ ഭൂപടം. അവിടെയാണ് ഇസ്രയേൽ പറയുന്നത് ലോകം മുഴുവൻ നടക്കുന്ന ഈ പ്രതിഷേധ റാലികളും ഹമാസ് അനുകൂല പ്രകടനങ്ങളുമൊക്കെ വ്യക്തമാക്കിയിരുന്നത് അവർക്ക് വേണ്ടത് ഒരു വെടിനിർത്തൽ. ഇടയ്ക്കിടെ ഈ വെടിനിർത്തൽ ഉപയോഗിച്ച് അവർക്ക് വേണ്ട ഇസ്രയേലിനോട് പോരാടാനുള്ള ആയുധങ്ങൾ സംഭരിക്കുക, അവർക്ക് വേണ്ട ധനസമാഹരണം നടത്തുക, വീണ്ടും റിക്രൂട്ട്മെൻറ്റ് നടത്തുക. അങ്ങനെ ഇസ്രയേലിനെതിരെ എന്നും പോർ നയിക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ അവിടെ നട്ടുനനച്ച് വളർത്തുക. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക, പരസ്പരം തടവുകാരെ വിട്ടയക്കുക. അത്തരം ആവശ്യങ്ങൾക്ക് മുൻപിൽ ഇസ്രായേലിനെ വഴങ്ങി ഒരു വളരെ ഭീകരമായൊരു ഘട്ടത്തിലേക്കായിരുന്നു ലോകത്തിൻ്റെ പോക്കെന്ന് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രതിഷേധക്കാർക്ക്, സമാധാനവാദികൾക്ക് ഉടൻ വെടിനിർത്തൽ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി, മുദ്രാവാക്യം ഉയർത്തി ലോകത്തിൻ്റെ പല ഭാഗത്ത് റാലികൾ നടത്തിയവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഹമാസിനോട് ഈ പദ്ധതി അംഗീകരിക്കാൻ പറയുന്നില്ല? അമേരിക്ക മുന്നോട്ട് വെച്ച ഈ സമാധാന പദ്ധതി അംഗീകരിച്ചാൽ പലസ്തീൻ രാഷ്ട്രം എന്ന സ്വപ്നത്തിലേക്കുള്ളൊരു പാതയൊരുക്കലാണെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പല തീവ്രവാദ ഗ്രൂപ്പുകളുടെയും പ്രതികരണങ്ങൾ എക്സിൽ വരുന്നു, പല സംഘടനകളുടെയും പ്രതികരണങ്ങൾ എക്സിൽ വരുന്നു. അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ചില ആശങ്കകളുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശത്തിൽ ഇത് അവസാനിക്കുമോ? ആ ആശങ്ക നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവരൊക്കെ മറ്റൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു, ഹമാസിൻ്റെ അസ്തിത്വം ഇല്ലാതാക്കാൻ അനുവദിക്കില്ല. ഹമാസിനെ പൂർണ്ണമായി നിരായുധരാക്കാനോ ഹമാസിനെ എന്നേക്കുമായി ഗസ മുനമ്പിൽ നിന്ന് തുരത്താനോ തങ്ങൾ ഒരുക്കമല്ല എന്ന സന്ദേശമാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ വയ്ക്കുന്നത്. അപ്പോൾ ഹമാസിനെ മുൻനിർത്തി ഇസ്രായേലിനെതിരെ പോർവിളി നടത്തുകയും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾക്ക് എപ്പോഴും കോപ്പുകൂട്ടുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്.
അത് ചിലർ അറബ് രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്നു, മറ്റു ചിലർ യൂറോപ്യൻ യൂണിയനിലുണ്ട്, അമേരിക്കൻ നാടുകളിലുണ്ട്. ഇത് തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾക്കിടയിലുണ്ടെന്ന് നെതന്യാഹു UN ജനറൽ അസംബ്ലിയിൽ യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കക്കാരോട് പറയുന്നു നമ്മുടെ ശത്രു നമ്മുടെ മണ്ണിൽ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ, അമേരിക്കയുടെ ശത്രുക്കൾ അവരുടെ മണ്ണിൽ തന്നെ ഉണ്ട് എന്ന് നെതന്യാഹുവും ട്രംപുമൊക്കെ അമേരിക്കയിലെ ജനങ്ങളെ നോക്കി ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ട പലതുമുണ്ട്. ഇവിടെയാണ് നമ്മൾ സമാധാനകാംക്ഷികൾ എന്ന മുഖംമൂടി ധരിച്ചവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. ഈ മണിക്കൂറുകൾ കടന്നു പോകും, ഈ ദിവസങ്ങൾ കടന്നു പോകും. ആത്യന്തികമായി അനുഭവിക്കുന്ന ഗസ മുനമ്പിലെ കുറേയേറെ ജനങ്ങൾ. അതിന് ഇസ്രായേലിനെ വിലക്കാൻ ഇനി ലോകത്തിന് കഴിയില്ല. ഹമാസ് ഈ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ ചുട്ടരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ കരാറിനെ, ഈ സമാധാന പദ്ധതിയെ യൂറോപ്യൻ യൂണിയൻ സർവാത്മക സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർക്കിനി ഇതിനെതിരെ ചെറുവിരലനക്കാൻ കഴിയില്ല. ഇസ്രായേലിനെതിരെ ഇതിൻ്റെ പേരിൽ ഉപരോധം കൊണ്ടുവരാൻ കഴിയില്ല. തികച്ചും ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു സമാധാന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, യൂറോപ്യൻ യൂണിയൻ്റെ കടുത്ത ഉപരോധ ഭീഷണികൾക്കിടയിൽ UN ജനറൽ അസംബ്ലി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് 12 രാജ്യങ്ങളാണ് പലസ്തീൻ രാഷ്ട്രവാദവുമായി വന്നത്. ഏറ്റവും ഞെട്ടിക്കുന്നത് ഇസ്രായേലിനൊപ്പം എക്കാലത്തും സഖ്യരാജ്യങ്ങൾ പോലെ നിന്ന UK, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി പ്രഖ്യാപനം നടത്തി. ഫ്രാൻസ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ നായക സ്ഥാനത്തേക്ക് കടന്നു വന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ട്രംപ് ഇസ്രായേലിനെ രക്ഷിക്കുന്നൊരു പദ്ധതി അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനോടൊപ്പം ആ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നത് ഉറപ്പുവരുത്തുന്നൊരു പദ്ധതി കൂടിയാണ്. ഇവിടെ ലോകം ആശങ്കപ്പെടേണ്ട ചില വസ്തുതകൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, ട്രംപാണ് ഈ കമ്മിറ്റിയുടെ തലവൻ എന്നുള്ളിടത്താണ്. ടോണി ബ്ലെയറിനെ പോലെ അറബ് രാജ്യങ്ങളെ പ്രതിനിധികളെ പോലെ നിരവധി പേർ ഈ സമാധാന കമ്മിറ്റിയിലുണ്ടാകും, ഈ പലസ്തീൻ നിയന്ത്രണ കമ്മിറ്റിയിലുണ്ടാകും. ട്രംപിന് തൻ്റെ ഏകാധിപത്യം അവിടെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. നെതന്യാഹുവിൻ്റെ വ്യക്തി താല്പര്യങ്ങൾ ഇനി അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇസ്രായേൽ ഘട്ടം ഘട്ടമായി പിൻവാങ്ങുമ്പോൾ മറ്റൊരു സ്വതന്ത്ര പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ചാർജ് എടുക്കുകയാണ്. ഇതൊക്കെ വളരെ വ്യക്തമായി അമേരിക്കൻ പ്രസിഡന്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സേനയായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ അറബ് രാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരമൊരു സമാധാന പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന ഹമാസ്വാദികൾ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നിശബ്ദരായിരിക്കുന്നു. കാരണം ആത്യന്തികമായി ഇവരൊക്കെ ഇസ്രായേലിൻ്റെ നാശം കാണാൻ ആഗ്രഹിച്ചവരാണ്. അവിടെ ഇസ്രായേലിനെ രക്ഷിക്കുന്ന, ഹമാസിനെ എന്നേക്കുമായി തീർക്കുന്ന, പലസ്തീൻ ജനങ്ങളെ, ഗാസ മുനമ്പിലെ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു സമാധാന പദ്ധതി ട്രംപ് അവതരിപ്പിച്ചപ്പോൾ അവർക്ക് ദഹിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ ഇസ്രായേൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണ് എന്ന് ഇറാൻ വാദിച്ചിരുന്നു. ഗാസയിലെ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ മനസ്സ്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് ഇറാൻ പറയുമ്പോഴും ഇത്ര നല്ല ഒരു അവസരം വന്നിട്ടും ഹമാസിനോട് അല്ലെങ്കിൽ ഈ ഒരു സമാധാന ഉടമ്പടിക്ക് എല്ലാവരും ഒത്തുനിൽക്കണമെന്ന് പറയാൻ ഇറാനും തയ്യാറാകുന്നില്ല. ഇറാൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്താണ് ഇതിനുള്ളിൽ? അല്ല, ഇറാൻ ഏറെക്കുറെ നിശബ്ദരാണ്. ഈ വംശീയ ഉന്മൂലന സിദ്ധാന്തം ഇന്ന് ഇസ്രായേൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ പറഞ്ഞു ഗസ മുനമ്പിൽ ഞങ്ങൾ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണെന്ന്. അപ്പോൾ ആ വംശീയ ഉന്മൂലനമാണ് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല? എന്തുകൊണ്ട് ഈ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഹമാസിനെ നിങ്ങൾ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നില്ല? ഹമാസിൽ പോലും രണ്ട് അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഒരു കൂട്ടർ എത്രയും പെട്ടെന്ന് ഈ സമാധാന പദ്ധതി അംഗീകരിച്ച് ജീവൻ രക്ഷിക്കാൻ കേഴുകയാണ് ഹമാസ് തീവ്രവാദികൾ തന്നെ. മറുവിഭാഗം പറയുന്നത് അമേരിക്കയോട് മധ്യസ്ഥർ മുഖേന കുറച്ച് ദിവസങ്ങൾ കൂടി ആവശ്യപ്പെട്ട് ഒരു താൽക്കാലിക വെടിനിർത്തൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് ഹമാസിനെ മുഴുവനായി നിരായുധീകരിക്കുന്ന ഒഴിവാക്കണമെന്നാണ്. ഹമാസ് ഇപ്പോൾ വിചിത്രമായൊരു വാദം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളെങ്കിലും തരണമെന്നാണ്. ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നിങ്ങൾ നിർവചിക്കുക. ഞങ്ങളൊരു മനുഷ്യരല്ലേ, ഞങ്ങളെ കൊല്ലാൻ ആളുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കണ്ടേ? അപ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളെങ്കിലും കയ്യിൽ വെക്കാനുള്ള അവകാശം അമേരിക്ക തരണമെന്നാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വിചിത്ര ആവശ്യം. എന്നാൽ ഒരായുധവും കയ്യിൽ വയ്ക്കാൻ അനുവദിക്കില്ല. ഒന്നുകിൽ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് സാധാരണ ജനത്തെ പോലെ നിങ്ങൾക്ക് അവിടെ കഴിയാം, അതല്ലെങ്കിൽ ആയുധങ്ങൾ ഉപേക്ഷിച്ച് അതിർത്തി കടന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളിലേക്ക് പോകാം. ഇതാണ് ട്രംപിൻ്റെ ഫോർമുല. അപ്പോൾ ആത്യന്തികമായി ഹമാസ് ഇത് അംഗീകരിക്കേണ്ടി വരും.
ഈ വെസ്റ്റ് ബാങ്ക് വിഷയത്തിൽ ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ നിലപാട് എന്താണ്? അവിടേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും ഏകദേശം ഇസ്രയേലിൻ്റെ ഒരു ആത്മാവ് കൂടി ഉള്ള ഒരു പ്രദേശമാണ് അവിടം. അപ്പോൾ അവിടെയൊക്കെ ഒരു സമാധാനം എങ്ങനെ പുലരും എന്നുള്ളതാണ്. ഇസ്രയേലിൻ്റെ ഒരു വലിയ സ്വപ്നഭൂമി ബൈബിളിലെ ഒരു മേഖലയാണ് ഈ വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്കിൽ 264 സെറ്റിൽമെൻറ്റുകളുണ്ട് ഇപ്പോൾ ഇസ്രായേലിന്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്നും ഇസ്രായേലിൻ്റെ ഒരു നൊമ്പരം തന്നെയാണ്. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് അതൊരു വിശാല വാഗ്ദത്ത ഭൂമിയായി ഇസ്രായേൽ കരുതുന്ന ഇടമാണ്. അവിടെ ഒരുപാട് ബിബ്ലിക്കലായിട്ടുള്ള മേഖലകൾ കൂടിയുണ്ട്. ഇസ്രായേലിൻ്റെ ഹൃദയമാണ് വെസ്റ്റ് ബാങ്ക്. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ ബൈബിളിൽ വായിക്കുന്നൊരു ഭാഗമുണ്ട്. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, ജോർദാൻ നദിക്ക് അക്കരെ വിശാലമായ മരുഭൂമിയിൽ നിന്ന് ഒരു വാഗ്ദത്ത ഭൂമി തേടി പുറപ്പെട്ട ജൂത സമൂഹത്തിന് നേർക്ക് ആ ജോർദാൻ നദിക്കപ്പുറത്ത് നല്ല പച്ചപ്പുള്ള ഒരു വലിയ ഭൂവിസ്തൃതി ചൂണ്ടിക്കാട്ടി അതാണ് നിങ്ങളുടെ സ്വപ്നഭൂമി എന്ന് പറഞ്ഞ് ജോർദാൻ നദിക്കരയിലേക്ക് ജൂതന്മാർ വരുന്നു. പെട്ടെന്ന് ആ നദി രണ്ടായി പിളരുന്നു. ആ നദി ക്രോസ് ചെയ്ത് കടന്നു വന്ന ഭൂമി അവർ അന്ന് കാലുകുത്തിയ പ്രദേശമാണ് ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്ക്. അപ്പോൾ ജോർദാൻ നദിക്കും ഇസ്രായേലിനും ഇടയ്ക്ക് ഇങ്ങനൊരു ഭൂപ്രദേശം വെസ്റ്റ് ബാങ്കിനായി പിന്നീട് 1948 കൊടുക്കേണ്ടി വന്നു. 1948 മുതൽ 67 ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായുള്ള യുദ്ധം വരെ, 6 ദിന യുദ്ധം വരെ അത് പൂർണ്ണമായും ജോർദാൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ ഇസ്രായേലികളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നഭൂമിയായിരുന്നു അത്. അവർ 1967 യുദ്ധം ചെയ്ത് തിരിച്ചു പിടിച്ചു. പക്ഷെ തിരിച്ചു പിടിച്ചെങ്കിലും അവർ വെസ്റ്റ് ബാങ്കിനെ ഒരു പ്രത്യേക പ്രദേശമാക്കി നിലനിർത്തി. അന്നും ഇന്നും ഇസ്രായേൽ വാദിക്കുന്നത് അതിനെ ഒരു പലസ്തീൻ രാഷ്ട്രമായി തങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ മുസ്ലിം അവിടെ എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. മുസ്ലിം വിഭാഗമുണ്ട്, ക്രിസ്ത്യൻ വിഭാഗമുണ്ട്, ജൂതന്മാരുണ്ട്. അവർ ഇടകലർന്ന് താമസിക്കുന്ന വലിയ ഒരു വിസ്തൃതിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടേക്ക് ഇസ്രായേൽ പലപ്പോഴും തങ്ങളുടെ അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അവരെ തടയുന്നു. എന്നാൽ ആ ബിബ്ലിക്കലായിട്ട് വളരെ പ്രാധാന്യമുള്ള ഇടങ്ങളൊക്കെ തങ്ങൾക്ക് വേണമെന്ന് ഇസ്രായേൽ പറയുന്നു. അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു വലിയ ഭാഗം കൂട്ടിച്ചേർക്കുക എന്നതാണ് ഇസ്രായേലികളുടെ ആത്യന്തിക ലക്ഷ്യം. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. അതിൻ്റെ സൂചനയാണ് 264 കുടിയേറ്റ മേഖലകൾ. അത് പൂർണ്ണമായും ഇസ്രായേൽ നിയമത്തിന് കീഴിലാണ്. മറ്റ് പ്രദേശങ്ങളൊക്കെ അവർക്ക് അതത് പ്രാദേശിക ഭരണകൂടം, വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു തദ്ദേശീയ ഭരണകൂടമുണ്ടെങ്കിലും അവർക്ക് പ്രത്യേക പ്രതിരോധ സേനയെ നിർത്താൻ അവകാശമില്ല. ആ പ്രദേശത്തിൻ്റെ പരിപൂർണമായ പ്രതിരോധ ചുമതലകൾ ഇസ്രായേലി സേനയ്ക്ക് തന്നെയാവും. അവർ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇസ്രായേൽ ചെയ്യില്ല. അത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തിലാണ്. മറ്റൊന്ന്, തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകടം വരാൻ അവർ സാധ്യത കൽപ്പിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ നിന്നാണ്. ഭീകരർ കൂടുതൽ നുഴഞ്ഞു കയറി ജോർദാൻ പ്രദേശത്ത് നിന്ന് മറ്റ് മേഖലകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് നുഴഞ്ഞു കയറി തങ്ങൾ ആക്രമിക്കപ്പെടാമെന്ന ഭീതി അവർക്കുണ്ട്. എന്നാൽ ഗസ മുൻപ് പിന്നീട് ഭാവിയിൽ ഒരു പലസ്തീൻ രാഷ്ട്രമായി പരിണമിച്ചാലും അതിൽ അതിശയോക്തിയില്ല. ഒരു ഇസ്രായേലിനെ 2 ദിക്കിൽ നിന്ന് ഞെരുക്കുന്നത് പോലെയാണ്. ഒരു വശത്ത് വെസ്റ്റ് ബാങ്ക് നിൽക്കുന്നു, മറുവശത്ത് ഗസ മുൻപ് നിൽക്കുന്നു. ഇതിനിടയിൽ വളരെ യുദ്ധവീരന്മാരായ ജൂതന്മാർ എല്ലാ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളോടും യുദ്ധം ചെയ്ത് അവർ തങ്ങളുടെ നിലനിൽപ്പ്, അവർ ഇസ്രായേൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ട് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ യുവാക്കളിലും യുവതികളിലുമൊക്കെ അവർ ആ യുദ്ധവീര്യം നിറയ്ക്കുന്നു, യുദ്ധ പരിശീലനം നൽകുന്നു, ലോകത്തിലെ ഏറ്റവും മികച്ച യോദ്ധാക്കളായി അവരെ വളർത്തുന്നു, യുദ്ധവും ജീവിതവും അവർ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായി ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഇസ്രയേൽ പലരോടുമാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെബനനിലേക്കും ഗാസയിലേക്കും അതുപോലെ തന്നെ ഇറാനിലേക്കും ഒക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. ഇസ്രയേൽ ആയുധം ഒന്ന് താഴെ വെച്ചാൽ പശ്ചിമേഷ്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ ആ നിമിഷം ഇസ്രയേൽ ചിഹ്ന ഭിന്നമാക്കി അത് ഗസ മുനമ്പിലേക്കും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെടും. ഇസ്രയേലിന് ആയുധമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. 1948 ആ കുഞ്ഞൻ രാജ്യം പിറന്നു വീണതിന് തൊട്ട് പിന്നാലെ അവർക്ക് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെ വീതം വെച്ചെടുക്കാനുള്ള തീരുമാനമെടുത്താണ് അവർ യുദ്ധത്തിലേക്ക് കടന്നത്. അന്ന് അതിസാഹസികമായി ഐതിഹാസികമായ ഒരു യുദ്ധത്തിലൂടെ അവർ തങ്ങളുടെ ഭൂവിസ്തൃതി കൂട്ടുകയാണ് ചെയ്തത്. പിന്നീട് 67 ആർദിന യുദ്ധം, യോം കിപ്പൂർ യുദ്ധം, ഈ യുദ്ധങ്ങളിലൊക്കെ തങ്ങളുടെ ഭൂവിസ്തൃതി അവർ കൂട്ടിയെടുത്തു. ആ കുഞ്ഞൻ രാജ്യം എന്നുള്ള പേരുദോഷം അവർ മാറ്റി. അവരുടെ കയ്യിലായിരുന്നില്ലല്ലോ ഗോലാൻ കുന്നുകൾ. വിശാലമായ സീനായി മലനിരകൾ അവർ പിടിച്ചെടുത്തു. പക്ഷെ പിന്നീട് അത് ഈജിപ്തിന് തന്നെ അവർ വിട്ടുകൊടുത്തു.
ആ സീനായി പ്രദേശം വിട്ടുകൊടുക്കുമ്പോൾ ഇസ്രായേലിന് ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ. ആത്യന്തികമായി തങ്ങൾക്ക് ഒരു സമാധാനം വേണം. സമാധാനത്തിന് വേണ്ടി അവർ വീണ്ടെടുത്ത ഭൂമി അവർ വിട്ടുകൊടുക്കുന്നു. സമാധാനത്തിന് വേണ്ടി നിരന്തരം അറബ് രാജ്യങ്ങളുടെ വ്യവസ്ഥകൾക്ക് അവർ വിധേയരാകുന്നു. എന്നിട്ടും അവർ ആക്രമിക്കപ്പെടുന്നു. അവരെ ശത്രുപക്ഷത്ത് ചേർത്ത് ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശത്രു രാജ്യങ്ങൾ തുടരെ തീരുമാനങ്ങളെടുക്കുന്നു. ഇസ്രായേലിൻ്റെ ഖമനേയി പരസ്യമായി ആഹ്വാനം ചെയ്തത് ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആയുധം താഴെ വയ്ക്കാതെ ഇന്നും യുദ്ധം തുടരുന്നത്, ഇറാന് നേർക്ക് വെല്ലുവിളിക്കുന്നത്. ഇറാൻ ആണവായുധം ആർക്കെതിരെയാണ് അവർ ആത്യന്തികമായി തയ്യാറെടുക്കുന്നത്? ആത്യന്തികമായി ഖമനേയി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആണവായുധം ഇസ്രായേലിന് നേർക്ക് പോർമനി ഒരുക്കുമെന്നാണ്, ആണവായുധം കൊണ്ട്. അതോടുകൂടി ആ രാഷ്ട്രം എന്നേക്കുമായി അസ്തമിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെ അതിൽ നിന്ന് വിലക്കാൻ ലോകരാജ്യങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. 2023 ഒക്ടോബർ 7 ഗസയിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലികൾക്ക് നേരെ നടത്തിയ കൊടുംക്രൂര ആക്രമണം, ഭീകരാക്രമണം, അതിൽ പിന്നീട് നമ്മൾ കേട്ടത് ഇസ്രായേൽ 6 രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ യുദ്ധം വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ്. അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തിയത്. ആദ്യം ഗസയിലെ ഹമാസിന് നേർക്ക് തുടങ്ങിയ ആക്രമണം ആക്രമണങ്ങൾക്കുള്ളിൽ ലെബനിലെ ഹിസ്ബുള്ളയുടെ നേർക്ക് തിരിഞ്ഞു. തൊട്ടു പിന്നാലെ ഇറാഖിലെ ഷിയ മിലിഷ്യകൾക്കെതിരെ അവർ ശക്തമായ ആക്രമണം നടത്തി. പിന്നീട് ബാഷർ അൽ അസദ് തകരുന്ന വേളയിൽ സിറിയയിലെ പല മേഖലകളിലും അസദ് ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ തകർക്കാൻ ഇസ്രായേൽ തുടർ ആക്രമണങ്ങൾ നടത്തി. 1046 ആക്രമണങ്ങളാണ് സിറിയൻ മണ്ണിൽ ഇസ്രായേൽ ഈ കാലയളവിൽ നടത്തിയത്. പിന്നീട് യമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു നമ്മൾ കണ്ടു. ഇറാന് നേർക്ക് ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണം, എല്ലാറ്റിനുമൊടുവിൽ ഖത്തറിലെ ദോഹയിൽ നടത്തിയ ആക്രമണം. അപ്പോൾ തുടർച്ചയായി 6 രാജ്യങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ തൊടുക്കാൻ ശക്തിയുണ്ട് ഇസ്രായേലിന്. അതുതന്നെയാണ് ലോകം ഭയക്കുന്ന ഇസ്രായേലിൻ്റെ ഒരു വീര്യവും. അതാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോരാടി തന്നെ നിലനിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത് നിലനിൽപ്പിൻ്റെ കൂടി ഒരു പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. എന്തുകൊണ്ട് ഇപ്പോൾ സമാധാനത്തിന് ആരും മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുള്ള ചോദ്യവും ഇസ്രയേൽ ഉയർത്തുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.